ഹായ് സ്റ്റുഡൻസ്, എൻ്റെ പേര് ജെയ്സൺ. ഞാൻ പാല ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്ററിൽ ഫിസിക്സ് ഫാക്കൽറ്റിയിൽ നിന്നും ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ വരാൻ പോകുന്ന നീറ്റ് JEE എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു ചെറിയ സഹായത്തിന് വേണ്ടി നമ്മൾ ടോപ്പിക്കുകൾ തിരിച്ച് ഒന്നോ രണ്ടോ ടോപ്പിക്കിൻ്റെ കോമ്പിനേഷൻ എടുത്ത് അതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എന്ന് വെച്ചാൽ കുട്ടികൾ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ലാത്ത ചില ഏരിയയിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില ക്വസ്റ്റ്യൻസിൻ്റെ ഐഡിയ, അത് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് ആൻസർ എത്തുക എന്നുള്ളതല്ല, ആ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പം കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട തിയറി കണക്ട് ചെയ്ത് അതിൻ്റെ ഡിസ്കഷനാണ് ആൻസർ എത്തിച്ചേരുക എന്നതിൽ കവിഞ്ഞ് ആ ആൻസർ എത്താൻ വേണ്ടി കുട്ടികൾ അത് സ്റ്റാർട്ട് ചെയ്യുന്ന മെത്തേഡ്, ഏത് ഇക്വേഷൻ, ഏത് ഐഡിയ എങ്ങനെ അപ്ലൈ ചെയ്യണം, അങ്ങനെ എല്ലാ ഏരിയയിൽ നിന്നും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ വീതം 2 ടോപ്പിക്കിൻ്റെ ഒരു കോമ്പിനേഷൻ അത് നമ്മുടെ ഒരു വീഡിയോ സീരീസ് പോലെ ഇടാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു എക്സാമ്പിളാണ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ 2 ടോപ്പിക്കുകൾ, മെക്കാനിക്സിലെ ആദ്യത്തെ 2 ടോപ്പിക്കുകൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനും മോഷൻ ഇൻ എ പ്ലെയിനും, ആ 2 ടോപ്പിക്കിൽ നിന്ന് വരാവുന്ന ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾ എടുത്തിട്ട് നമ്മളത് വർക്കൗട്ട് ചെയ്ത് കാണിക്കുന്നു. വർക്കൗട്ട് ചെയ്ത് കാണിക്കുന്ന സമയത്ത് അതിൻ്റെ കാൽക്കുലേഷനോ സിംപ്ലിഫിക്കേഷനോ ഫൈനൽ ആൻസറിനോ അല്ല പ്രാധാന്യം, അതിൽ തിയറി അപ്ലൈ ചെയ്യുന്ന മെത്തേഡ്. കുട്ടികളുടെ ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് ഇക്വേഷൻ അറിയാം, തിയറി നന്നായിട്ട് പഠിച്ചിരിക്കുന്നു, ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അത് അപ്ലൈ ചെയ്യാനുള്ള ലോജിക്ക് ഇല്ല പലർക്കും. അത് ആവറേജ്, ബിലോ ആവറേജ് കുട്ടികളുടെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് അപ്ലൈ ചെയ്യാനുള്ളൊരു പ്രാക്ടീസാണ് ഇനി വേണ്ടത്. ഇക്വേഷൻസ് അറിയാം, പലതവണ റിപ്പീറ്റ് ചെയ്ത് അത് പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ അപ്ലൈ ചെയ്യുമ്പം ചില അബദ്ധങ്ങൾ പറ്റും. ഇക്വേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, സൈനൊക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അത് ഏത് മെത്തേഡിലാണ് തുടങ്ങേണ്ടത് എന്നൊരു ഡൗട്ട് കൂടെ വരാം. അപ്പോൾ അതുകൊണ്ട് ആൻസറിന് വേണ്ടിയല്ല നമ്മൾ ശ്രമിക്കേണ്ടത് ഇപ്പം, അത് ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷനും അത് സാർ എങ്ങനെയാണ് തുടങ്ങുന്നത് എന്ന് കണ്ടു മനസ്സിലാക്കുക. അപ്പോൾ ഇക്വേഷൻ എഴുതുന്ന രീതി, അത് പിന്നെ അവരെ തമ്മിൽ 2-3 ഇക്വേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതി, അതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വലിയ ക്വസ്റ്റ്യൻസ് എന്നല്ല, നിങ്ങൾക്ക് അറിയില്ലാതെ കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻ പോലെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. ഒഴിവാക്കാൻ പാടില്ലാത്ത ചില ക്വസ്റ്റ്യൻസ്, അത് ചില ഏരിയ, ചില ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതിനു വേണ്ടി ഉള്ള ഒരു ചെറിയ ക്ലാസ് ഒന്ന് കൂട്ടിയാൽ മതി. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്ട്രെയിറ്റ് ലൈൻ മോഷൻ്റെ ഐഡിയ എന്നും വളരെ ഫെമിലിയറായൊരു ക്വസ്റ്റ്യൻ. ഈ മോഡൽ ക്വസ്റ്റ്യൻ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല. പല കുട്ടികൾക്കും ഇത് അറിയാമായിരിക്കും, ഇതിൻ്റെ ആൻസറും അറിയാമായിരിക്കും, വർക്കൗട്ട് ചെയ്തിട്ടും കാണും. ഇത് ഒഴിവാക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാര്യമെന്ന് പറയുന്നത് അത് ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ആ ക്വസ്റ്റ്യന് പ്രത്യേകതയുണ്ട്. ആദ്യം നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്കൊന്ന് കിടക്കുന്നു. എ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്, ആക്സിലറേറ്റ്സ് യൂണിഫോംലി ബൈ എ. ഈ എ എന്ന് പറയുന്നത് ബോഡിയുടെ ആക്സിലറേഷനാണ് കേട്ടോ, ത്രൂ എ ഡിസ്റ്റൻസ് എസ് ആൻഡ് മൂവ്സ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ഫോർ എ ടൈം ടി and finally comes to rest with a uniform deceleration a by 2. Total distance is 9s. Then select the correct relation. ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 3 കാറ്റഗറി മോഷൻ്റെ 3 സിറ്റുവേഷനാണ്. നമുക്ക് ആ 3 സിറ്റുവേഷൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ, ദെൻ നെക്സ്റ്റ് വിത്ത് യൂണിഫോം വെലോസിറ്റി, then next with the uniform deceleration. സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എ എന്ന റേറ്റിൽ ആക്സിലറേറ്റ് ചെയ്ത് വി എന്ന വെലോസിറ്റി അറ്റൈൻ ചെയ്ത് ആ വി എന്ന യൂണിഫോം വെലോസിറ്റി പ്രൊസീഡ് ചെയ്ത് a/2 എന്ന വാല്യൂവിൽ ഓർ -a/2 എന്ന ആക്സിലറേഷനിൽ വെലോസിറ്റി കുറഞ്ഞ് 0യിലേക്ക്. എസ് ഈസ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ് in the first phase. ശരിയല്ലേ? സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്, ആക്സിലറേറ്റ്സ് യൂണിഫോംലി ബൈ എ ത്രൂ എ ഡിസ്റ്റൻസ് എസ്, ദെൻ മൂവ്സ് വിത്ത് യൂണിഫോം വെലോസിറ്റി ഓർ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ഫോർ എ ടൈം ടി. ഈ ടൈം ടി ആണ്. ഏത് ടൈമാണ്? കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ പോയ ടൈം എന്ന് പറയുന്നത് ടി ആണ്. ദെൻ മൂവ്സ് വിത്ത് യൂണിഫോം ഡീസലറേഷൻ a/2 എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ അത് -a/2 എന്ന് എഴുതാം. ഫൈനൽ വെലോസിറ്റി ഈസ് അഗെയിൻ 0. ഇതിൻ്റെ ചില ഷോർട്ട് കട്ടുകളൊക്കെ അതിനകത്ത് അപ്ലൈ ചെയ്യാനുണ്ട്. ആ ഒരു ഐഡിയ കിട്ടാത്ത കുട്ടികൾക്ക് അതുകൂടെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 3 കാറ്റഗറി. നമുക്കറിയാം, ഒരു NCERT ടെക്സ്റ്റ് ഒക്കെ എടുത്താൽ അതിന് ആദ്യം വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി, ആക്സിലറേഷൻ, യൂണിഫോം ആക്സിലറേഷൻ, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ, ഈ ഐഡിയ ഒക്കെ ആദ്യമേ ഉള്ളൂ. അപ്പോൾ ആ ഐഡിയയിൽ മിക്കവാറും എല്ലാ ഐറ്റവും ഇതിനകത്ത് കയറി വരുന്നുണ്ട്. ഒരു ക്വസ്റ്റിൻ്റെ ക്വാളിറ്റി നന്നാകുന്നത് അതിൻ്റെ കാൽക്കുലേഷൻ വലുതാകുന്നത് കൊണ്ടോ അത് സിലബസിന് വെളിയിലാകുന്നത് കൊണ്ടോ അല്ല, മറിച്ച് സിലബസിനകത്ത് നിന്നുകൊണ്ട് അതിനകത്ത് എല്ലാ ഐഡിയയും
പരമാവധി പോയിന്റുകൾ തിയററ്റിക്കൽ ഐഡിയ കയറി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യ കേസിൽ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ഉണ്ടോ, ദെൻ വിത്ത് യൂണിഫോം വെലോസിറ്റി, ദെൻ വിത്ത് യൂണിഫോം ഡീസലറേഷൻ. 3 കാറ്റഗറി, 3 മോഷൻ്റെ സിറ്റുവേഷൻ വരും. അതുകൊണ്ടാണ് അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എടുക്കുക എന്ന ഉദ്ദേശത്തിലല്ല അത് ചെയ്തത്. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എല്ലാ ടോപ്പിക്കിലും അങ്ങനെ ചില ഏരിയ ഉണ്ട്, ആ ഏരിയയിലെ ക്വസ്റ്റ്യൻസ് ഒന്നും നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല. നമുക്കത് വർക്കൗട്ട് ചെയ്യുന്ന മെത്തേഡ് നോക്കാം. ഏറ്റവും ഷോർട്ടായ മെത്തേഡിലാണ് ചെയ്യുക. ബാക്കി കുട്ടികൾ ചിന്തിക്കാറുള്ള ചില കാര്യങ്ങളോട് പറയാം. ഈ ഫസ്റ്റ് പാർട്ട് എടുത്താൽ 0 to V, ലാസ്റ്റ് പാർട്ട് എടുത്താൽ V to 0. എന്താ പ്രത്യേകത? 0 to V എന്ന് പറഞ്ഞാലും V to 0 എന്ന് പറഞ്ഞാലും ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരുപോലെയാണ്. ശരിയല്ലേ? ചേഞ്ച് ഇൻ വെലോസിറ്റി ഒരുപോലെയാണ്. ആക്സിലറേഷൻ ഇവിടെ A ആണ്, അവിടെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് A/2 ആണ്. അപ്പോൾ ഈ V square = U² + 2AS എന്ന ഫോർമുല നമുക്കറിയാം. ഇക്വേഷൻസ് ഓഫ് മോഷൻ, ഏത് മോഷൻ ആണെങ്കിൽ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ തിയറി അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞ കുട്ടികൾക്ക് പ്രോബ്ലം വരുമ്പോൾ ആ പ്രോബ്ലം തിയറിയും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യണം എന്നൊരു ഹെൽപ്പാണ് ഞാൻ തരിക. അപ്പോൾ ഇക്വേഷൻ വന്ന വഴിയൊന്നും പറയാൻ പറ്റുകയില്ല. ആ V² - U² = 2AS എന്ന ഇക്വേഷൻ മനസ്സിൽ കണ്ടാൽ ഒരു കാര്യം വ്യക്തം. V² - U² എന്ന് പറയുന്നത് ഫസ്റ്റ് ഫേസിലും ലാസ്റ്റ് ഫേസിലും സെയിം ആണ്. അപ്പോൾ 2AS സെയിം ആയിരിക്കണം. 2AS സെയിം ആണെന്ന് പറഞ്ഞാൽ എൻ്റെ മീനിങ് AS സെയിം ആയിരിക്കണം. അപ്പോൾ എയുടെയും എസിൻ്റെയും പ്രോഡക്റ്റ് സെയിം ആയിരിക്കണം. ഇവിടെ A ആണ്, ഇവിടെ S ആണ്, അവിടെ A/2 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2S ആയിരിക്കണം. അതാണ് ഉണ്ടോ. ലാസ്റ്റ് ഫേസിൽ യൂണിഫോം ഡീസലറേറ്റഡ് മോഷനകത്ത് ബോഡി ട്രാവൽ ചെയ്ത് 2S എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആയിരിക്കണം. അതാ പ്രത്യേകത. ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് ഗിവൺ ആസ് 9S. അതായത് ഈ 0 മുതൽ ആ 0 വരെയുള്ള 3 മോഷൻ്റെ കോമ്പിനേഷൻ എടുത്താൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 9S ആണ്. ആദ്യം ഒരു S ഉണ്ട്, പിന്നെ ഒരു 2S ഉണ്ട്. അപ്പോൾ അത് ടോട്ടലി 3S. അപ്പം സെക്കൻഡ് മിഡ് പാർട്ടിലെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 6S ആയിരിക്കും. എസും 2Sഉം തമ്മിലുള്ള കണക്ഷനാണ് അതിനകത്തെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ആക്സിലറേഷൻ ഹാഫ് ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡബിൾ ആകും ഇഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി റിമെയിൻസ് സെയിം. ഉണ്ടോ? കുട്ടികൾ നോട്ട് ചെയ്യാതെ പോകുന്ന ചില കാര്യങ്ങളാണ്. ആക്സിലറേഷൻ ഹാഫ് ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡബിൾ ആകും, ചേഞ്ച് ഇൻ വെലോസിറ്റി ഒരുപോലെയാണെങ്കിൽ ഫോർ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ആ ഒരു ഐഡിയ വെച്ചിട്ട് ഇത് S ആണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 2S. രണ്ടും ഒരു ലൈനിലാണ് പോവുക. ഇനി യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈമാണ്, അല്ലെ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. യൂണിഫോംലി ആക്സിലറേറ്റ് മോഷൻ ആണെങ്കിൽ V = U + AT എന്ന ഇക്വേഷൻ ഉണ്ട്, V² = U² + 2AS എന്ന ഇക്വേഷൻ ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ അതിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നമുക്ക് ഏത് ഇക്വേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫസ്റ്റ് പാർട്ടിൽ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും ആക്സിലറേഷനുമാണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് V² = 2AS. Why? V² = U² + 2AS. Initial velocity in the first part can be taken as 0. So V² = 2AS. ആദ്യ ഫേസിൽ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതാവുന്ന ഇക്വേഷൻ V² = 2AS ആണ്. സെക്കൻഡ് ഫേസിൽ V എന്ന് പറയുന്നത് S/T അല്ലേ? Why? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ വിൽ ഗീവ് വെലോസിറ്റി. എന്ത് വെലോസിറ്റിയാണ്? ആവറേജ് വെലോസിറ്റിയാണ്. രണ്ടാമത്തെ പാർട്ടിൽ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് കേട്ടോ. കാരണം മോഷൻ എന്ത് ടൈപ്പ് ആയതുകൊണ്ട്? യൂണിഫോം വെലോസിറ്റി ആയതുകൊണ്ട്. V = S/T ആണെങ്കിൽ V² = അവിടുന്ന് S/T, അവിടെ S/T അല്ല 6S/T ആണ്. 6S is the displacement. So V² = 36S² / T² എന്ന് കിട്ടും. ടേക്ക് ഇറ്റ് ആസ് സെക്കൻഡ് ഇക്വേഷൻ. കണ്ടോ? ആദ്യ ഫേസിൽ V² = 2AS എന്ന് കിട്ടും. രണ്ടാമത്തെ കേസിൽ V² = 36S² / T² എന്ന് കിട്ടും. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടെങ്കിലും എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇത്രയൊന്നും ലാവിഷാകാൻ പാടില്ല. അത് വളരെ ഫാസ്റ്റായിട്ട് 2 ഇക്വേഷൻ എഴുതാൻ നമുക്ക് കഴിയണം. ഈ 2S കിട്ടിക്കഴിഞ്ഞാൽ ആ 2S കിട്ടുന്ന ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് അതൊക്കെ മനസ്സിലാകാതെ കിട്ടാതെ പോയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആ ഒരു ഐഡിയ കൂടെ അഡീഷണൽ കിട്ടുമെന്നുള്ളതാണ്. ഇനി നമുക്ക് V² LHS ഈക്വൽ ആയതുകൊണ്ട് റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്താൽ പോരെ ആൻസറിലേക്ക്. 2AS = 36S² / T² എന്ന് കിട്ടും. അതിൽ ഒരു S ക്യാൻസലായി പോകും. 36 2 ക്യാൻസലായി പോയിട്ട് 18 എന്ന് കിട്ടും. ഫോർമുല S = AT² / 18.
t square by 18, first option is the right answer. ഉണ്ടോ? S is equal to a into t square by 18 എന്ന് കിട്ടും. ആൻസറിന് സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. അവർ S2S 6S എന്നുള്ളതൊക്കെ ടോട്ടൽ ഡിസ്റ്റൻസ് ഒക്കെ മാറ്റി തന്നാൽ അത് ബൈഹേർട്ട് ഒരു കാര്യമില്ല. 3 ടൈപ്പ് മോഷൻ്റെ കോമ്പിനേഷൻ എന്തൊക്കെയാണ്? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ, ദെൻ വിത്ത് യൂണിഫോം വെലോസിറ്റി, ദെൻ വിത്ത് യൂണിഫോം ഡീസലറേഷൻ. സിലബസിൽ വരാവുന്ന കാര്യങ്ങൾ. നീറ്റ് എക്സാമിനൊക്കെ വരാം, JEE മെയിൻ അത്യാവശ്യമൊക്കെ വരാം. നീറ്റ് എക്സാമിന് വരാവുന്നതിൽ ഒരു നല്ല ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റാൻഡേർഡ് കൂടിയ ക്വസ്റ്റ്യൻ ഒരു 45 ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 40 ക്വസ്റ്റ്യനും വളരെ സിമ്പിളാകാനാണ് ചാൻസ്. മുൻ വർഷങ്ങളിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ബാക്കി ഒരു 4-5 ക്വസ്റ്റ്യനൊക്കെ ഈ ലെവലൊക്കെ വരാം. മാക്സിമം വരാവുന്ന ലെവൽ. നീറ്റ് JEE മെയിനൊക്കെ ആണെങ്കിൽ ഈ ലെവൽ ക്വസ്റ്റ്യൻ സിസ്റ്റം പോലെ വരാം. അപ്പോൾ അവിടെയും തിയറി എന്ന് പറയുന്നത് സിലബസിനകത്ത് ഒതുങ്ങുന്നു എന്നുള്ളതാണ്. പഠിച്ചിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത കാര്യമല്ല, അറിയാവുന്ന കാര്യങ്ങളെ വളരെ വിദഗ്ധമായിട്ട് കമ്പൈൻ ചെയ്യാൻ കുട്ടികൾക്ക് കഴിയണം. ഇതൊരു ഗ്രാഫിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തുവാണെങ്കിൽ നമുക്കറിയാം 3 ടൈപ്പ് മോഷൻ അല്ലേ. ഗ്രാഫിലൊക്കെ മാർക്ക് ചെയ്യുവാണെങ്കിൽ അതിന് പ്രത്യേകതയുണ്ട്. ഗ്രാഫിൽ എക്സ് ആക്സിൽ ടൈം VT ഗ്രാഫാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വെലോസിറ്റി അലോങ് ദ Y ആക്സിസ് ആൻഡ് ടൈം അലോങ് ദി X ആക്സിസ്. ഗ്രാഫിന് 3 റീജിയൻ ഉണ്ടാകും. ഷുവർ. ഒരു പാർട്ട് ഇങ്ങനെ വരും, സെക്കൻഡ് പാർട്ട് ക്യാൻ ബി ലൈക്ക് ദിസ്, ആൻഡ് തേർഡ് പാർട്ട്സ് നോട്ട് ദ ഡിഫറൻസ്. ഗ്രാഫിൻ്റെ ഓൾമോസ്റ്റ് ഷേപ്പാണിത്. ഇറ്റ്സ് റീസൺ. ഈ ഷേപ്പ് വരാനുള്ള റീസൺ നമുക്ക് നോക്കാം. ഇത് എസ് എന്ന് പറയുന്ന ഡിസ്റ്റൻസാണ്, ഡിസ്പ്ലേസ്മെൻറ്റ്സ് എസ്. ഉണ്ടോ? ഇത് 6S, ഇത് 2S. വൈ? Velocity along the Y axis and time along the X axis. Area under VT graph will give displacements. Area under VT graph gives displacements. First part area is. Second part 6S, body is moving with uniform velocity. Then last 2S, body is moving with uniform deceleration. Uniform acceleration, uniform velocity, then uniform deceleration. ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് A. ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് അത് -A/2 ആണ്. ശരിയല്ലേ? വൈ? സ്ലോപ്പ് ഓഫ് VT ഗ്രാഫ് ഗീവ്സ് ആക്സിലറേഷൻ. ഇത് പോസിറ്റീവ് സ്ലോപ്പ് അല്ലേ, അത് നെഗറ്റീവ് സ്ലോപ്പ് അല്ലേ, ഈ സ്ലോപ്പ് 0 അല്ലേ. അപ്പോൾ ഒരൊറ്റ ക്വസ്റ്റൻ അത് ഉണ്ടോ? ഗ്രാഫിൻ്റെ ഷേപ്പ് വെച്ച് ഗ്രാഫിൻ്റെ VT ഗ്രാഫിൻ്റെ ഏരിയ, അത് ഡിസ്പ്ലേസ്മെൻറ്റ്, VT ഗ്രാഫിൻ്റെ സ്ലോപ്പ്, അത് പോസിറ്റീവ് സ്ലോപ്പ്, 0 സ്ലോപ്പ്, നെഗറ്റീവ് സ്ലോപ്പ്. ക്വസ്റ്റിൻ്റെ കോമ്പിനേഷൻ വരുന്ന രീതിയാണ്. ഓക്കെ. രണ്ടാമതൊരു ക്വസ്റ്റൻ നോക്കി. എ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം ദ ഒറിജിൻ and moves along the X axis such that its velocity at any instant is given by V is equal to 4t cube minus 2t. What is the acceleration when it is 2 meter from the origin? Equation കാണുമ്പോൾ അറിയാം എന്താ. ടൈമിനനുസരിച്ച് വെലോസിറ്റിക്ക് വരുന്ന വേരിയേഷനാണ്. അപ്പം വെലോസിറ്റി വേരിയബിളാണ്. അപ്പോൾ ആക്സിലറേറ്റഡ് മോഷനാണ്. ഈ ആക്സിലറേഷൻ അത് ടൈമിൻ്റെ ഫംഗ്ഷൻ വന്നാൽ അത് വേരിയബിൾ ആക്സിലറേഷനാണ്. എനിവേ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ, അങ്ങനെ വരാവുന്ന സിറ്റുവേഷൻ. നമ്മൾ നേരത്തെ പഠിച്ചത് യൂണിഫോം വെലോസിറ്റി ഉണ്ടോ, വേരിയബിൾ വെലോസിറ്റി, യൂണിഫോം ആക്സിലറേഷൻ, യൂണിഫോം ഡീസലറേഷൻ. ആ സിറ്റുവേഷൻ മാറി ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ. മാത്തമാറ്റിക്കൽ ടച്ച്, ഡിഫറൻസിയേഷൻ്റെ അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ്റെ ആപ്ലിക്കേഷൻ വരുന്ന കേസ്. അത് കൂടുതലും മെഡിക്കൽ സിലബസിന് ചാൻസ് കുറവാണ്. പരമാവധി JEE മെയിൻകാർക്കൊക്കെ സാധ്യത വരുന്നതാണ്. എന്നാലും അതിൻ്റെ ഐഡിയ എന്ന് പറയുന്നു നോക്കിയാൽ V means dx by dt. dx by dt is equal to 4t cube minus 2t. ഇതിനെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് x കിട്ടും. ഉറപ്പല്ലേ? ബോഡി സ്റ്റാർട്ട്സ് ഫ്രം ഒറിജിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും x ഈസ് ഈക്വൽ, ഞാൻ സ്റ്റെപ്പിലേക്ക് പോകുന്നില്ല, ഡീറ്റെയിൽഡായ സ്റ്റെപ്പ് നമുക്ക് ആവശ്യമില്ല. 4 × t⁴/4 will give t⁴ minus 2 × t²/2 will give t². ഈക്വേഷൻ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടും. ഓക്കെ. A is equal to dv/dt. dv/dt is equal to എന്താ? dv/dt is equal to 12t² minus 2 എന്നാണ് വരിക. Take it as displacements, take it as acceleration. ഉണ്ടോ? അറിയാം. ആക്സിലറേഷനെ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ, ആക്സിലറേഷൻ ഒരു തവണ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വെലോസിറ്റി വരും. വെലോസിറ്റി വീണ്ടും ചെയ്താൽ പൊസിഷൻ കോർഡിനേറ്റ് ആണ് കിട്ടുക. എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dx/dt വെലോസിറ്റി വരും. dv/dt എടുത്താൽ ആക്സിലറേഷൻ. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ ആപ്ലിക്കേഷൻ. ഈ ഐഡിയ തീർച്ചയായിട്ടും ആ ടോപ്പിക്കിൽ നമുക്ക് ആവശ്യമുണ്ട്. യൂണിഫോം വെലോസിറ്റി, യൂണിഫോം ആക്സിലറേഷൻ, വേരിയബിൾ വെലോസിറ്റി,
യൂണിഫോം ഡീസലറേഷൻ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ. അപ്പോൾ ആ കാറ്റഗറിയിൽ 1-2 പ്രോബ്ലം തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത് പഠിച്ചിരിക്കണം. ആ കാറ്റഗറിയിൽ 1-2 ക്വസ്റ്റ്യൻസ്. അപ്പോൾ dx/dt അറിയാം, അതിൽ നിന്ന് എക്സ് കിട്ടും, അതിൽ നിന്ന് എ കിട്ടും. അപ്പോൾ എക്സ് ആണോ എ ആണോ വേണ്ടത്? വാട്ട് ദ ഡിഫറൻസ്? വാട്ട് ഈസ് ആക്സിലറേഷൻ? എ ആണ് വേണ്ടത്, നോ ഡൗട്ട്സ്. ഏത് ടൈമിലെ? ടൈം ഈസ് നോട്ട് ഗിവൺ. വാട്ട് ഈസ് ആക്സിലറേഷൻ വെൻ ഇറ്റ് ഈസ് 2 മീറ്റർ ഫ്രം ദ ഒറിജിൻ? ഉണ്ടോ എന്ന് പറഞ്ഞാൽ എ ആണ് വേണ്ടത്, ബട്ട് ടി ഡയറക്റ്റ് തന്നിട്ടില്ല. എന്നാൽ ഒറിജിനിൽ നിന്ന് 2 മീറ്റർ, എക്സിൻ്റെ വാല്യൂ 2 മീറ്റർ ആകുന്ന സമയത്ത് എ ആണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സിൻ്റെ വാല്യൂ 2 മീറ്റർ ആകുന്ന സമയം കണ്ടുപിടിക്കണം. ദർ ഇസ് എൻ ഇക്വേഷൻ ഫോർ എക്സ്. എന്താണത്? t⁻⁴ - t² അല്ലേ? അപ്പോൾ എക്സിന് 2 മീറ്റർ ആകുന്ന ടൈം കണ്ടുപിടിക്കണമെങ്കിൽ എക്സിനോട് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ t⁻⁴ - t² = 2 എന്നാണ് കിട്ടുക. t⁻⁴ - t² = 2 എന്ന് കിട്ടും. ഞാനത് സിംപ്ലിഫൈ ചെയ്യുന്നില്ല, ഇത് ക്വാഡ്രാറ്റിക് ഫോമിലാണ് വരിക. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ t = √2 എന്നാണ് റിസൾട്ട് കിട്ടുക. എന്ന് പറഞ്ഞാൽ x2 ആകുന്ന ടൈം എന്ന് പറയുന്നത് √2 സെക്കൻഡിലാണ്, √2 എന്ന ഇൻസ്റ്റൻറ്റിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആക്സിലറേഷൻ്റെ വാല്യൂ വേണ്ടത് √2-ലാണ്. ടിക്ക് √2 ഇട്ടാൽ ഇവിടെ √2² 2 കിട്ടും. 2 × 12 will give 24. 24 - 2. So answer is 22 m/s². ഡിഫറൻസിയേഷൻ്റെ ഇൻ്റഗ്രേഷൻ്റെ ആപ്ലിക്കേഷൻ ഒന്നിച്ചു വരും. dx/dtയുടെയും dv/dt ആപ്ലിക്കേഷൻ ഒന്നിച്ചു വരും. ഉണ്ടോ? ടൈം തരാതെ എക്സ് വെച്ച് ടൈം കണ്ടുപിടിച്ചിട്ട് ആ ടൈം എടുത്ത് ഇവിടെ ഇട്ട് കൊടുത്ത് ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷനും അതാ അതിൽ dx/dt dv/dt കമ്പൈൻ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ JEE Main ഒക്കെ ചോദിക്കാവുന്ന ടൈപ്പ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് മോഡിഫൈ ചെയ്യാം. ടൈമിൻ്റെ പവറിന് മാറ്റം വരാം, എക്സിൻ്റെ വാല്യൂവിന് മാറ്റം വരാം, ടൈം തരാം, എക്സ് ചോദിക്കാം. അതൊക്കെ അതിൻ്റെ മോഡിഫിക്കേഷനാണ്. ഓരോ ഏരിയയിൽ നിന്നും നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ചില ഏരിയ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ എങ്കിലും നമ്മൾ മറന്നു പോകാതിരിക്കണം. അതാണ് ക്ലാസ്സിൻ്റെ ഉദ്ദേശം. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം. വാട്ട് അബൌട്ട് തേർഡ് വൺ? 2 balls are thrown vertically up from the same line at an interval of 2 seconds with the same initial velocity 40 m/s. The height from the ground at which they will collide. Common ആയ ക്വസ്റ്റ്യൻ ആണ്. Motion under gravity. A ball is thrown vertically up with a 40 m/s. After 2 seconds, another ball is thrown with the same velocity along the same line after 2 seconds. Practically what happens? First ball maximum height ചെല്ലുമ്പോൾ സെക്കൻഡ് ബോൾ അതിൻ്റെ ഫോർവേഡ് മോഷൻ അപ്വേർഡ് മോഷൻ പ്രൊസീഡ് ചെയ്യുമായിരിക്കും. ഫസ്റ്റ് ബോൾ അതേ ലൈനിൽ കൂടെ തിരിച്ചു വരുന്ന സമയത്ത് തീർച്ചയായിട്ടും സെക്കൻഡ് ബോൾ മാക്സിമം ഹൈറ്റിലേക്ക് പോകുമായിരിക്കും. അപ്പോൾ മാക്സിമം ഹൈറ്റിന് കുറച്ച് താഴെ വെച്ച് അവർ കൊളൈഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പ്രാക്ടിക്കൽ പോസിബിലിറ്റിയാണ്. കൊളൈഡിങ് ഹൈറ്റാണ് ചോദ്യം അല്ലേ? കൊളൈഡിങ് ഹൈറ്റ് നമുക്കത് ചുമ്മാ ഫിഗറിലൊന്ന് മാർക്ക് ചെയ്താൽ ഫസ്റ്റ് ബോൾ ഇങ്ങനെ പോകുന്നു, അത് താഴേക്ക് അതേ ലൈനിലൂടെ താഴേക്ക് പോരുന്നു, അതേ ലൈനിലൂടെയാണ് ഇവിടെ സെപ്പറേറ്റ് കാണിച്ചത്. കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. ഫസ്റ്റ് ബോൾ പ്രൊജക്റ്റ് ചെയ്യുന്നു, 1 സെക്കൻഡ് കഴിയുമ്പോൾ ഫസ്റ്റ് ബോൾ ഇവിടെ എന്ന് സങ്കല്പിക്കുക, രണ്ടാമത്തെ സെക്കൻഡിൽ ഇവിടെ, തേർഡ് സെക്കൻഡിൽ ഇവിടെ, ഫസ്റ്റ് സെക്കൻഡിൽ സെക്കൻഡ് തേർഡ്, ഫോർത്തിൽ ഇവിടെ. ഫോർത്തിൽ വെലോസിറ്റി 0 ആകും. അത് അതിൻ്റെ ഷോർട്ട് കട്ടാണ് കേട്ടോ. ആ ഒരു പോയിൻ്റ് എക്സ്ട്രാ എന്ന് പറയാൻ പറ്റില്ല, അത് അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ. 40 m/s ബോൾ പ്രൊജക്റ്റ് ചെയ്താൽ ജിയുടെ വാല്യൂ 10 m/s² ആണ് എടുക്കുന്നതെങ്കിൽ ടൈം ഓഫ് അസെൻറ്റ് ഈസ് ഓൾവേസ് 4 seconds. വെലോസിറ്റി 0 ആകാൻ 4 സെക്കൻഡ് എടുക്കുകയുള്ളൂ. ഇത് 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 seconds. അതാണ് പ്രത്യേകത. ഓക്കെ, മാക്സിമം ഹൈറ്റിലെത്താൻ 4 സെക്കൻഡ് എടുക്കുകയുള്ളൂ. അതാണ് 40-ൽ എറിഞ്ഞാൽ time of ascent is always given by T = U/G. V = U + AT എന്ന ഇക്വേഷനിൽ എക്ക് G എന്ന് ഇടുകയും Vക്ക് 0 ഇടുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണത് U/G. U 40 ആണെങ്കിൽ Gക്ക് 10 എടുത്താൽ 40/G എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 4 seconds. 4 seconds is the time of ascent and 4 seconds is the time of descent, since time of ascent is equal to time of descent. Clear? അങ്ങനെ വന്നാൽ 5ാമത്തെ സെക്കൻഡിൽ ബോഡി ഇവിടെ, 6ാമത്തെ സെക്കൻഡിൽ ബോഡി ഇവിടെ, 7ാമത്തെ സെക്കൻഡിൽ ബോഡി ഇവിടെ, 8th സെക്കൻഡിൽ ബോഡി ഗ്രൗണ്ടിൽ വരും. ഫസ്റ്റ് ബോൾ 8 സെക്കൻഡ് എടുത്താൽ സെക്കൻഡ് ബോൾ 8 സെക്കൻഡ് എടുക്കും. ഇവിടെ ഗ്രൗണ്ടിൽ വരുന്നത് 2 സെക്കൻഡ് ലേറ്റ്, 2 സെക്കൻഡ് കഴിഞ്ഞായിരിക്കും. വൈ ദിസ് പ്രൊജക്റ്റഡ് ആഫ്റ്റർ 2 seconds as that of the first body. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ് ബോഡി സെക്കൻഡ് ബോഡി തമ്മിൽ കൊള്ളൈഡ് ചെയ്യുന്ന ടൈമാണ് ചോദ്യം. കൊള്ളൈഡ് ചെയ്യുന്ന ടൈമിൽ 2 പേർക്കും ഗ്രൗണ്ടിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആയിരിക്കും. അതാണ് യഥാർത്ഥ തിയറി. വൈ?
കൊള്ളൈഡ് ചെയ്യുന്ന പോയിന്റിൽ രണ്ട് ബോളുകളും ഒരേ പൊസിഷനല്ലേ കീപ്പ് ചെയ്യുക. അപ്പോൾ രണ്ട് ബോഡിക്ക് ഒരേ ഡിസ്റ്റൻസ് ആണെന്നല്ല, ഒരേ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. ഗ്രൗണ്ടിൽ നിന്ന് രണ്ട് ബോഡികളിലേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആയിരിക്കും. ഫസ്റ്റ് ബോഡിക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് h = ut - ½ g² എന്ന് എഴുതാം. t സെക്കൻഡിലെ ഫസ്റ്റ് ബോഡിക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് h ആണെങ്കിൽ, ഗ്രൗണ്ടിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് h ആണെങ്കിൽ h = ut - ½ g² എന്ന് എഴുതാം. രണ്ടാമത്തെ ബോഡിക്ക് അതേ ഡിസ്പ്ലേസ്മെൻറ്റ് എഴുതുമ്പോൾ h = u × t - 2 - ½ g × t - 2 the whole square. Why? ഫസ്റ്റ് ബോൾ t സെക്കൻഡ് കവർ ചെയ്തു എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ബോൾ t - 2 സെക്കൻഡ് കവർ ചെയ്തു എന്നല്ലേ. ഫസ്റ്റ് ബോൾ പ്രൊജക്റ്റ് ചെയ്ത് 2 സെക്കൻഡ് കഴിഞ്ഞ് സെക്കൻഡ് ബോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേ ഓടല്ല. ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് രണ്ട് ബോഡിക്ക് ഒരേ ഡിസ്പ്ലേസ്മെൻറ്റ് h, ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണ്, റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്യാം. റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും u is given 40. നമുക്ക് tക്ക് ഒരു വാല്യൂ കിട്ടും. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം t - 2 the whole square ഒക്കെ എക്സ്പാൻഡ് ചെയ്ത് വരണം. ടു ലെങ്തി എക്സ്പാൻഡ് ചെയ്ത് ഇക്വേറ്റ് ചെയ്ത് യുവിന് 40 എന്ന് ഇട്ട് കൊടുത്ത് ടി കണ്ടുപിടിച്ച് ടിയുടെ വാല്യൂ എടുത്ത് ഇവിടെ ഇട്ട് കൊടുത്താൽ തീർച്ചയായിട്ടും h എന്ന് പറഞ്ഞ റിസൾട്ട് കിട്ടും. അത് ഒറിജിനൽ മെത്തേഡാണ്. എൻട്രൻസിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒറിജിനൽ മെത്തേഡ് പോകാതെ ഈ ഒരു പ്രോബ്ലം ഇങ്ങനെ വന്നാൽ ദർ ഇസ് എൻ അഡ്ജസ്റ്റ്മെൻറ്റ്. വളരെ സിമ്പിളായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാം. ആ ഒരു ഐഡിയ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ്. h ഇക്വേറ്റ് ചെയ്ത് യുവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടി കണ്ടുപിടിച്ച് ടിയുടെ വാല്യൂ എടുത്ത് എച്ചിന് ഇട്ട് കൊടുത്ത് തീർച്ചയായിട്ടും സോൾവ് ചെയ്യാം, നോ ഡൗട്ട്. അത് അല്ലാതെ ഒരു മെത്തേഡ് എന്താണ്? ഫസ്റ്റ് ബോൾ ഇവിടെ വരുമ്പോഴാണ് സെക്കൻഡ് ബോൾ പ്രൊജക്റ്റ് ചെയ്യുക, നോ ഡൗട്ട്. വൈ? ഇത് 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ്, 5 സെക്കൻഡ്, 6, 7 and 8. അതൊരു ഓർഡറാണ്. ചെറിയ വെലോസിറ്റി വാല്യൂ 20 മീറ്റർ പെർ സെക്കൻഡ്, 30 മീറ്റർ പെർ സെക്കൻഡ്, 40 മീറ്റർ പെർ സെക്കൻഡ്, 50, 60 ഒക്കെ തരുമ്പോൾ ഈ ഐഡിയ തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പം ഫസ്റ്റ് ബോൾ ഇവിടെ വരുമ്പോൾ സെക്കൻഡ് ബോൾ പ്രൊജക്റ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ബോൾ ഇവിടെ വരുമ്പോൾ സെക്കൻഡ് ബോൾ ഇവിടെ വരും. ഫസ്റ്റ് ബോൾ ഇവിടെ വരുമ്പോൾ സെക്കൻഡ് ബോൾ ഇവിടെ വരും. ഫസ്റ്റ് ബോൾ ഇവിടെ വരുമ്പോൾ സെക്കൻഡ് ബോൾ ഇവിടെ വരുമെന്ന് പറഞ്ഞാൽ എൻ്റെ മീനിങ് ദേ വിൽ കൊളൈഡ് അറ്റ് ദിസ് പോയിന്റ്. ഉണ്ടോ? 2 സെക്കൻഡിൻ്റെ ഗ്യാപ്പ് അവർ തമ്മിലെന്നാണ്. ഐ റിപ്പീറ്റ്, ഫസ്റ്റ് ബോൾ ഇവിടെ വരുമ്പോൾ സെക്കൻഡ് ബോൾ ഇവിടെയാണ്. ഫസ്റ്റ് ബോൾ ഇവിടെ വരുമ്പോൾ സെക്കൻഡ് ബോൾ ഇവിടെയാണ്. ഫസ്റ്റ് ബോൾ ഇവിടെ വരുമ്പോൾ സെക്കൻഡ് ബോൾ ഇവിടെയാണ്. ഫസ്റ്റ് ബോൾ 5 സെക്കൻഡ് കവർ ചെയ്ത് കഴിയുമ്പോൾ സെക്കൻഡ് ബോൾ 3 സെക്കൻഡ് കവർ ചെയ്തിരിക്കും. ആ ടൈമിൽ രണ്ടുപേരും ഒരേ പൊസിഷൻ കീപ്പ് ചെയ്യും. അപ്പോൾ അവിടെ t എന്ന് പറയുന്നത് ആക്ച്വലി 5 ആണ്. t - 2 എന്ന് പറയുന്നത് 3 ആണ്. അത് കണ്ടുപിടിക്കാൻ ഒരു കാരണവശാലും ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. t 5 ആണെന്നും t - 2 എന്ന് പറയുന്നത് 3 ആണെന്നും ഈസി ആയിട്ട് കിട്ടും ഈ ഒരു ഡയറക്റ്റ് ഫിഗർ വെച്ചിട്ട്. സോ h കാണാൻ യുവിന് 40 എന്നും ടിക്ക് 5 എന്നും ഇട്ടാൽ മതി. ഡയറക്റ്റ് ആൻസറാണ്. കൊളീഷൻ നടക്കുന്നത് ഫസ്റ്റ് ബോഡി പ്രൊജക്റ്റ് ചെയ്ത് 5 സെക്കൻഡ് കഴിഞ്ഞ്, അല്ലെ സെക്കൻഡ് ബോഡി പ്രൊജക്റ്റ് ചെയ്ത് 3 സെക്കൻഡ് കഴിഞ്ഞ്. ഫസ്റ്റ് ബോഡിക്ക് 5 സെക്കൻഡ് ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റും സെക്കൻഡ് ബോഡിക്ക് 3 സെക്കൻഡ് ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആയിരിക്കും എന്നാണ് ക്വസ്റ്റിൻ്റെ പ്രത്യേകത. സോ h = 40 × 5 - ½ × g, 10 × 5² 25 എന്ന് കിട്ടും. ഫസ്റ്റ് ബോഡിക്ക് ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഓർ h = 200 മൈനസ് the 25 × 10 250/2 125. Answer is 75 meter is the right answer. ആൻസർ അല്ല ഉദ്ദേശം. ആക്ച്വൽ മെത്തേഡും അതിൻ്റെ ഷോർട്ട് കട്ടും. മോഷൻ അണ്ടർ ഗ്രാവിറ്റി എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ മോഷനകത്ത് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതിൽ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ, അതിൻ്റെ ഐഡിയ അതാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇത് 40 എന്ന വാല്യൂ മാറി മറ്റൊരു നമ്പർ തന്നാലോ, ടൈമിൻ്റെ ഇൻ്റർവെൽ 2 സെക്കൻഡ് വരെ മറ്റൊരു നമ്പർ വന്നാലോ, വലിയ നമ്പറൊന്നും അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഐഡിയ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി അങ്ങനെ ബുദ്ധിമുട്ട് വന്നാൽ തീർച്ചയായിട്ടും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ a-b² എന്ന ഐഡിയയിൽ അത് എക്സ്പാൻഡ് ചെയ്ത് പോകേണ്ടി വരും. അത് ലെങ്തി ആയതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് അതിൻ്റെ കൂടെ പറഞ്ഞത്. മോഷൻ അണ്ടർ ഗ്രാവിറ്റിയിൽ ഒഴിവാക്കാൻ പാടില്ലാത്ത വളരെ വലിയ ക്വസ്റ്റ്യൻ അല്ല ഞാൻ ചെയ്യിക്കുന്നത്, നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അത് സെലക്റ്റീവ് ആയിരിക്കണം. ഈ ടൈപ്പ് ഒന്നും ഒരിക്കലും വിട്ട് കളഞ്ഞേക്കരുത് എക്സാമിന്. കാരണം സിലബസിനകത്ത് നിൽക്കുന്ന, പ്രത്യേകിച്ചും നീറ്റ് സിലബസിനകത്ത് നിൽക്കുന്ന മോഷൻ അണ്ടർ ഗ്രാവിറ്റിയിൽ വരാൻ സാധ്യതയുള്ള മോഡലാണ്. സോ നെക്സ്റ്റ് വൺ, ഇത് വളരെ സിമ്പിളായ കോമൺ ആയ സിറ്റുവേഷൻ. വാട്ടർ ഡ്രോപ്സ് fall at a regular intervals, അതാണ് ടേണിംഗ് പോയിന്റ്. From a top which is at a height of 50 meter from the ground, when the first one reaches the ground, sixth drop just starts. ആ ഈക്വൽ ഇൻ്റർവെൽ എന്നുള്ളതാണ്, റെഗുലർ ഇൻ്റർവെൽ എന്നുള്ളതാണ് പ്രത്യേകത. അതാ നമ്മൾ
ടൈം ഇൻ്റർവൽ ഈക്വൽ ആണെങ്കിൽ ഫ്രീലി ഫോളിംഗ് ബോഡിക്ക് ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആർ ഇൻ ദ റേഷ്യോ 1:3:5:7. അതാ 1:3:5 എന്ന റേഷ്യോ. ലോ ഓഫ് ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ് NCERT പറഞ്ഞിരിക്കുന്ന റിസൾട്ടാണത്. ടൈം ഇൻ്റർവൽ ഈക്വൽ ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആർ ഇൻ ദ റേഷ്യോ 1:3:5. ആ ഒരു ഐഡിയയിലാണ്. നമുക്ക് ഗ്രൗണ്ട് ലെവൽ ഇവിടെ ഇമാജിൻ ചെയ്താൽ ടാപ്പിൻ്റെ ലൊക്കേഷൻ ഇവിടെ മാർക്ക് ചെയ്താൽ this height can be taken as some 50 meter. And water drops fall at regular intervals like this. When the first one touches the ground, the sixth one, the drop number 1, take it as drop number 2, number 3, number 4, number 5 and number 6. Number 1, number 2, number 3, number 4, number 5, number 6. അപ്പോൾ കുട്ടികൾ അവർക്ക് എന്താ ഈക്വൽ ടൈം ഇൻ്റർവെല്ലാണ്, അല്ലാതെ ഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് അല്ല. ആദ്യ ഇൻ്റർവെല്ലിൽ പോയത് 1 ആണെങ്കിൽ അടുത്ത ഇൻ്റർവെൽ പോകുന്നത് 3 ആയിരിക്കും, അടുത്ത ഇൻ്റർവെൽ പോകുന്നത് 5 ആയിരിക്കും, അടുത്ത ഇൻ്റർവെൽ പോകുന്നത് തീർച്ചയായിട്ടും 7 ആയിരിക്കും. 1:3:5:7 എന്ന റേഷ്യോയിലാണ്. ആദ്യ ഇൻ്റർവെൽ 1 ആണെന്ന് എനിക്ക് അറിയില്ല, ടേക്ക് ഇറ്റ് ആസ് x. അപ്പോൾ അടുത്ത ഇൻ്റർവെൽ തീർച്ചയായിട്ടും 3x, അടുത്ത ഇൻ്റർവെൽ 5x, അടുത്ത ഇൻ്റർവെൽ 7x and last interval can be taken as 9x. അങ്ങനെ വരും. ഡ്രോപ്പ് നമ്പർ 1, 2, 3, 4, 5, 6. ഫസ്റ്റ് ഡ്രോപ്പ് ഗ്രൗണ്ടിൽ വരുമ്പോൾ 6th one ജസ്റ്റ് സ്റ്റാർട്ട്സ് എന്നാണ്. 6th one അങ്ങനെ വന്നാൽ ഡ്രോപ്പ് നമ്പർ 1, ഡ്രോപ്പ് നമ്പർ 2, ഡ്രോപ്പ് നമ്പർ 3, 4, 5, 6. ആദ്യ ഇൻ്റർവെല്ലിൽ x, നെക്സ്റ്റ് ഇൻ്റർവെല്ലിൽ 3x, നെക്സ്റ്റ് ഇൻ്റർവെല്ലിൽ 5x, നെക്സ്റ്റ് 7x ആൻഡ് ലാസ്റ്റ് 9x എന്ന് കിട്ടും. x ഒരു ഇമാജിനറി നമ്പർ, നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കാം. സോ ടോട്ടൽ ലെങ്ത് ഈസ് 50 മീറ്റർ. ഗ്രൗണ്ടിൽ നിന്ന് ടാപ്പിലേക്കുള്ള ഡിസ്റ്റൻസ് ഹൈറ്റ് 50 മീറ്റർ ആണ്. ടോട്ടലി 9x പ്ലസ് 7x പ്ലസ് 5x പ്ലസ് 3x പ്ലസ് x ക്യാൻ ബി ടേക്കൺ ആസ് 25x. 25x ക്യാൻ ബി ടേക്കൺ ആസ് 50 ആൻഡ് x ഈസ് equal to 2. And what we have to calculate? And what is the position of the fourth one from the ground at that instant? Fourth one, drop number 1, number 2, number 3, number 4. This length is to be calculated. Am I right? Fourth drop ഗ്രൗണ്ടിൽ നിന്ന് ഇപ്പോൾ എവിടെയാണെന്നാണ് ചോദ്യം. ആദ്യത്തെ ഡ്രോപ്പ് ഗ്രൗണ്ടിൽ വരുമ്പോൾ, ആറാമത്തെ ഡ്രോപ്പ് ഷവറിൽ നിന്ന് പോരുമ്പോൾ, ഗ്രൗണ്ടിൽ നിന്ന് നാലാമത്തെ ഡ്രോപ്പിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ആൻസർ ക്യാൻ ബി 9x പ്ലസ് 7x പ്ലസ് 5x. That is actually 21x. What is x? 242 meter is the right answer. Answer can be option D. ആൻസറിന് സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. ഒഴിവാക്കാൻ പാടില്ലാത്ത ചില കാറ്റഗറി, അതിലുപയോഗിക്കുന്ന ചില ഷോർട്ട് കട്ടുകളാണ്, അത് മറന്നു പോകരുത്. അത് കേസ് പ്രീവിയസ് കേസിലെ ബോഡി ത്രോൺ വെർട്ടിക്കലി അപ്പ് ആണെങ്കിൽ ബോഡി ഫാളിങ് ഫ്രം എ ഹൈറ്റ്, ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ 1:3:5 എന്ന് പറയുന്ന ഷോർട്ട് കട്ട് ഈ ഒരു എക്സാമ്പിളിൽ യൂസ് ചെയ്യാൻ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു റിവിഷൻ, അതാണ് അവർക്ക് വേണ്ടിയാണ് കേട്ടോ. കോമൺ ആയിട്ട് ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ, അതിൽ കുട്ടികൾ യൂസ് ചെയ്യേണ്ട ഒരു ട്രിക്കാണിത്. ഇതിനകത്ത് എക്സ് ഫുൾ നമ്പർ തരണമെന്നൊന്നുമില്ല കേട്ടോ. എക്സ് ക്യാൻ ബി ഫ്രാക്ഷൻ, ബട്ട് വി ക്യാൻ കാൽക്കുലേറ്റ്. എക്സിന് ഏത് വാല്യൂ വരാം. ടോട്ടലി അവിടെ 50ക്ക് വരെ 40 തന്നാൽ നമുക്കറിയാമല്ലോ, 25x 40 എന്നാണ് വരിക. സോ എക്സ് ഫുൾ നമ്പർ വരികയില്ല. അപ്പോൾ എക്സിന് ഒരു വാല്യൂ കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് തീർച്ചയായിട്ടും കാൽക്കുലേഷൻ്റെ ഒരു എന്താ പറയുക ഡിഫിക്കൽട്ടി മാത്രമേ ഉള്ളൂ, അല്ലാതെ തിയറിയിൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. എ ബോഡി ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് h on a floor. On each collision, its speed reduces to 50%. Select the speed time graph and velocity time graph. ഗ്രാഫിൻ്റെ ഒരു അപ്രോച്ച്, ഗ്രാഫ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ആണ്. സ്പീഡ് ടൈം ആൻഡ് വെലോസിറ്റി ടൈം ഗ്രാഫ്. നമുക്കാദ്യം VT ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് നോക്കാം. ഗ്രാഫ് ഡ്രോൺ ടൈം along the x-axis and velocity along y-axis. Graph can be like this. Velocity along y-axis, time along x-axis. Origin. ഗ്രാഫ് വരച്ച് നമുക്കറിയാം വെലോസിറ്റി ക്യാൻ ബി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അപ്പോൾ തീർച്ചയായിട്ടും വെലോസിറ്റിക്ക് പോസിറ്റീവ് ആക്സിസിലും നെഗറ്റീവ് ആക്സിസിലും റെപ്രസെൻറ്റേഷൻ വേണ്ടി വരാം. സോ ഗ്രാഫ് അതുകൊണ്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. എന്താ പ്രത്യേകത? ഗ്രൗണ്ടിലേക്ക് വന്നു വീഴുന്ന ബോഡിയല്ലേ, ആൻഡ് ഇറ്റ് റീബൗണ്ട്സ്. ടേക്ക് ഇറ്റ് ആസ് ലെവൽ ഗ്രൗണ്ട്സ്. ഇറ്റ് റീബൗണ്ട്സ് ടു ഹാഫ് ഓഫ് ദ പ്രസൻറ്റ് വാല്യൂ like this. Again falls to ground.
then rebounds, again falls to ground. Situation അതാണ്. വി എന്ന വെലോസിറ്റിയിൽ ഗ്രൗണ്ടിൽ വന്ന് വീഴുന്നു, v/2 റീബൗണ്ട് ചെയ്യുന്നു, പിന്നെ v/4 ആകുന്നു, v/8 ഓരോന്നിൻ്റെ ഹാഫായിട്ട് മാറുന്നു എന്നല്ലേ. വെലോസിറ്റിക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല ഡയറക്ഷനും മാറും. വി ടി ഗ്രാഫ്, മോഷൻ അണ്ടർ ഗ്രാവിറ്റി, body is moving with uniform acceleration, am I right? So VT graph is a straight line with constant slope. അത് സ്ലോപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് depends on the situation. Initially it is falling freely, am I right? Velocity increases with the time. Body is moving with uniform acceleration. So what about the shape of the graph? Very simple graph can be like this, no doubts. Velocity increases with the time. And then what happens? Direction of velocity reverses and its magnitude changes to half of the initial value. Magnitude half ആകും, ഡയറക്ഷൻ തിരിയുകയും ചെയ്യും. അപ്പോൾ അടുത്ത ഹാഫ് വരയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ വെലോസിറ്റി അടുത്ത ഹാഫ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടുന്നാണ്. വൈ? ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യും, മാഗ്നിറ്റ്യൂഡ് ഹാഫ് ആകും. സോ നെക്സ്റ്റ് ഹാഫ് ക്യാൻ ബി ടേക്കൺ ലൈക്ക് ദിസ്. ഇതാണ് സിറ്റുവേഷൻ. ആൻഡ് നെക്സ്റ്റ് ഹാഫ് ക്യാൻ ബി ലൈക്ക് ദിസ്. ഇങ്ങനെ വരും. ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്കറിയാം ആ ഹാഫ് ആകുന്നതിൻ്റെ സിറ്റുവേഷനാണ്. ഫോർ എക്സാമ്പിൾ ആദ്യം വന്ന് വീണത് 4 മീറ്റർ/സെക്കൻഡിലാണെങ്കിൽ അത് റീബൗണ്ട് ചെയ്യുന്ന -4 വെലോസിറ്റിക്ക് ലോസ് 4 വീണതെങ്കിൽ വെലോസിറ്റിക്ക് ലോസ് ഇല്ലെങ്കിൽ റീബൗണ്ട് ചെയ്യുന്നത് -4 എന്നാൽ വെലോസിറ്റിക്ക് ലോസ് ഉണ്ടെങ്കിൽ 4 വീഴുന്നതെങ്കിൽ അത് റീബൗണ്ട് ചെയ്യുന്നത് -4 -2 അപ്പോൾ ഇത് 4 ആണെങ്കിൽ ഇത് തീർച്ചയായിട്ടും -2 ആയിരിക്കണം. അതാ പ്രത്യേകത. ഇത് 4 ആണെങ്കിൽ ഇത് തീർച്ചയായിട്ടും -2 ആയിരിക്കണം. ഉണ്ടോ? 4 ആണെങ്കിൽ അത് -2 ആയിരിക്കണം. അപ്പോൾ വീണ്ടും അത് +2 തിരിയുന്നു. ഉണ്ടോ? റിവേഴ്സ്. ആ -4 അല്ലെങ്കിൽ -2 ബോഡി വീണ്ടും മുകളിൽ ചെല്ലുന്നു. വീണ്ടും അടുത്ത റീബൗണ്ടിങ് ആണ്. അടുത്ത റീബൗണ്ടിങ്ങിൽ തീർച്ചയായിട്ടും ഇത് അപ്വേർഡ് ലൈൻ പോസിറ്റീവായിട്ട് എടുക്കുന്നു, ഡൗൺവേർഡ് ലൈൻ പോസിറ്റീവായിട്ട് എടുക്കുന്നു. 2 സൈൻ കൺവെൻഷൻ വരാം, ശരിയല്ലേ? ആദ്യം ബോഡി താഴേക്കാണ് പോകുന്നിരിക്കുന്നത്, ഞാനത് പോസിറ്റീവായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ പ്രത്യേകത? ഡൗൺവേർഡ് ലൈൻ പോസിറ്റീവാക്കി എടുക്കുന്നു, അപ്വേർഡ് ലൈൻ നെഗറ്റീവാക്കി എടുക്കുന്നു. അപ്വേർഡ് ലൈൻ ഇത് ഡൗൺവേർഡ് മോഷനാണ്, ഇത് അപ്വേർഡ് മോഷനാണ്. ഉണ്ടോ? അത് നെഗറ്റീവാണ്. വീണ്ടും അടുത്തത് തീർച്ചയായിട്ടും എന്താണ്? അത് ഡൗൺവേർഡ് മോഷനാണ്. ഇത് വീണ്ടും എന്താണ്? അപ്വേർഡ് മോഷനാണ്. ഓരോ തവണയും വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഹാഫ് ആകുകയും ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുകയും ചെയ്യുക. വാല്യൂ ഓർത്താൽ മതി. ഇതൊരു 4 ആണെങ്കിൽ ഇത് -4, ഇത് +4 ആകും, വീണ്ടും -2 ആകും, അത് +2 ആകും, അടുത്ത ഹാഫിൽ വീണ്ടും അത് -1 ആകും, അത് +1 ആകും. അങ്ങനെ ആ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും തിരിയുന്നു. ഇതെന്ത് ഗ്രാഫാണ്? വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫാണ്, അല്ലാതെ സ്പീഡ് ടൈം ഗ്രാഫ് അല്ല. അടുത്ത ചോദ്യം എന്താണ്? സെലക്ട് ദ സ്പീഡ് ടൈം ആൻഡ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇപ്പോൾ വരച്ചത് വെലോസിറ്റി ടൈം ഗ്രാഫ്. അതിനകത്ത് പോസിറ്റീവ് വാല്യൂയും നെഗറ്റീവ് വാല്യൂ ഉണ്ടാകും. എന്നാൽ നമ്മൾ സ്പീഡ് ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ ദർ ഇസ് എ ഡിഫറൻസ്. അഗെയിൻ ടൈം അലോങ് ദി എക്സ് ആക്സിസ്, സ്പീഡ് അലോങ് ദ വൈ ആക്സിസ്. Speed can never be negative. ഫസ്റ്റ് കേസ് തീർച്ചയായിട്ടും ഗ്രാഫിൻ്റെ ഷേപ്പിൽ മാറ്റം വരാൻ പാടില്ല. ആൻഡ് ഫസ്റ്റ് കൊളീഷൻ ഇറ്റ്സ് സ്പീഡ് റെഡ്യൂസസ് ടു ഹാഫ്. സ്പീഡ് റെഡ്യൂസസ് ടു ഹാഫ്. വെലോസിറ്റി റെഡ്യൂസസ് ടു ഹാഫ് മീൻസ് സ്പീഡ് റെഡ്യൂസസ് ടു ഹാഫ്. അപ്പോൾ അടുത്ത കേസിൽ എന്താ പ്രത്യേകത? ഡയറക്ഷന് മാറ്റം വരാൻ പാടില്ല. വൈ? സ്പീഡ് ക്യാൻ നെവർ ബി നെഗറ്റീവ്. രണ്ടും പോസിറ്റീവ് ആക്സിസിലാണ്. അപ്പോൾ 4 മീറ്റർ/സെക്കൻഡിൽ വന്ന് വീഴുന്നു. റീബൗണ്ട് ചെയ്യുന്ന സ്പീഡ് -2 അല്ല, അത് +2 തന്നെയാണ്. അപ്പോൾ അടുത്ത ഹാഫ് വരയ്ക്കുമ്പോൾ, അടുത്ത റീബൗണ്ടിങ് വരയ്ക്കുമ്പോൾ ഗ്രാഫ് ക്യാൻ ബി ലൈക്ക് ദിസ്. ഇങ്ങനെ വരും. ആൻഡ് ഓൺ റീച്ചിങ് ദ ടോപ്പ് മോസ്റ്റ് പോയിൻറ്റ്സ് ഇറ്റ് അഗെയിൻ ഫാൾസ് ടു ഗ്രൗണ്ട് ആൻഡ് ദറ്റ് മോഷൻ ക്യാൻ ബി ലൈക്ക് ദിസ്. ദെൻ അടുത്ത കേസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 0 ബോഡി വീഴുന്നു, 4 വന്ന് ഗ്രൗണ്ടിൽ സ്ട്രൈക്ക് ചെയ്യുന്നു, 2 വീണ്ടും റീബൗണ്ട് ചെയ്യുന്നു. ഉണ്ടോ? 2 വീണ്ടും റീബൗണ്ട് ചെയ്യുന്നു. എന്നിട്ട് ടോപ്പ് മോസ്റ്റ് പോയിന്റ് വരുമ്പോൾ വീണ്ടും 0 ആകുന്നു, വീണ്ടും ഗ്രൗണ്ടിലേക്ക് വരുന്നു,
ഇത് ഫസ്റ്റ് ഫാളിങ്, ഇത് ഫസ്റ്റ് റീബൗണ്ടിങ്, ഇത് സെക്കൻഡ് ഫാളിങ്, ഫസ്റ്റ് റീബൗണ്ടിങ്, സെക്കൻഡ് ഫാളിങ്, അടുത്ത ഹാഫിൽ വീണ്ടും സെക്കൻഡ് റീബൗണ്ടിങ്, സെക്കൻഡ് റീബൗണ്ടിങ്, ഫസ്റ്റ് ഫാളിങ്, സെക്കൻഡ് ഫാളിങ്, അടുത്ത തേർഡ് ഫാളിങ് ആണ് വരിക. ഗ്രാഫ് ക്യാൻ ബി ലൈക്ക് ദിസ്. തേർഡ് ഫാളിങ്. Graph between time taken along the x-axis and speed along the y-axis, and that graph represents time along the x-axis and velocity along the y-axis. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത ഇത് നീറ്റുകാർക്കൊക്കെ വളരെ എമർജൻസിയാണ്, NCERT-യിലുള്ള ഒരു മെയിനായ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. സ്പീഡ് ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഈ ഗ്രാഫിൽ കറക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. VT ഗ്രാഫ് വരയ്ക്കുമ്പം സൈൻ കൺവെൻഷൻ നോക്കണം. ഇവിടെ ഞാൻ ഡൗൺവേർഡ് മോഷൻ പോസിറ്റീവായിട്ടും അപ്വേർഡ് മോഷൻ നെഗറ്റീവായിട്ടും എടുത്താണ് വരച്ചിരിക്കുന്നത്. തിരിച്ച് ഡൗൺവേർഡ് മോഷൻ എങ്ങാനും നെഗറ്റീവാക്കി എടുക്കുകയും അപ്വേർഡ് മോഷൻ പോസിറ്റീവാക്കി എടുക്കുക. ഫസ്റ്റ് ലൈൻ ഇങ്ങനെ വരും, സെക്കൻഡ് ലൈൻ ഇങ്ങനെ വരും, തേർഡ് വൺ ഇങ്ങനെ വരും, ഫോർത്ത് വൺ ഇങ്ങനെ വരും. അതാ പ്രത്യേകത. അപ്പോൾ രണ്ടുകൂടെ ഒരു ഓപ്ഷൻ ഉണ്ടാകാൻ, ഒരു ക്വസ്റ്റിൻ്റെ ഓപ്ഷൻസിൽ വരാൻ വഴിയില്ല. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രാഫ് കാണും, അല്ലെങ്കിൽ ക്വസ്റ്റിൻ്റെ കൂടെ തീർച്ചയായിട്ടും സൈൻ, അപ്പോഴ് ലൈൻ പോസിറ്റീവ് എന്നോ അപ്പോഴ് ലൈൻ നെഗറ്റീവ് എന്നോ കൃത്യമായിട്ടും അഡീഷണൽ പോയിൻ്റ് ഉണ്ടാകുകയും ചെയ്യും. അതാ പ്രത്യേകത, അഡീഷണൽ പോയിൻ്റ് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് സ്പീഡ് ടൈം ഗ്രാഫ് ആണെങ്കിൽ നെഗറ്റീവ് വരികയില്ല എന്ന് കുട്ടികൾക്കറിയാം. സ്പീഡ് ക്യാൻ നെവർ ബി നെഗറ്റീവ്. പക്ഷേ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അത്ര ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ തോന്നി നിങ്ങൾ ചെയ്യേണ്ട ഒരു മാഗ്നിറ്റ്യൂഡ്, ഒരു ന്യൂമറിക്കൽ വാല്യൂ എടുത്ത് നോക്കുക. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആദ്യം 0 പോരുന്നു, 1, 2, 3, 4 ഉണ്ടോ. 1, 2, 3, 4 കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ വന്ന് വീഴുന്നത് 4 പിന്നെ 4, 3, 2, 1, 0 എന്നല്ല, മറിച്ച് എന്താ പിന്നെ 2, 1, 0 ഉണ്ടോ. 2, 1, 0 പിന്നെ 0, 1, 2 പിന്നെ 1, 0, 0, 1 അടുത്ത് 0.5, 0 പിന്നെ 0.5 അങ്ങനെയാണ്. അത് സ്പീഡ് ടൈം ഗ്രാഫ്. ഇവിടെയാണെങ്കിൽ 0, 1, 2, 3, 4 പിന്നെ -2, -1, 0, 1, 2 പിന്നെ -1, 0 ഉണ്ടോ. 0 കഴിഞ്ഞ് പിന്നെ +1 ആണ് വരിക. പിന്നെ 1/2. ആ ന്യൂമറിക്കൽ വാല്യൂ ഓർത്തിട്ട് സൈനോടെ മാറ്റിയിട്ടാലും ഗ്രാഫ് തെറ്റിപ്പോകില്ല. അവിടെ സൈൻ കൺവെൻഷൻ മറന്നു പോകരുത്. ഇവിടെ തീർച്ചയായിട്ടും സ്പീഡ് നെഗറ്റീവ് ആകില്ല എന്ന ഐഡിയ മറന്നു പോകരുത്. ഇപ്പോൾ ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കുമ്പോൾ ഞാനിതിൽ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുമ്പോൾ എല്ലാ ഏരിയയിൽ നിന്നും ഓരോന്നും എന്താ, ആക്സിലറേറ്റ് മോഷൻ, ഡീസിലറേറ്റ് മോഷൻ, യൂണിഫോം വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ, പിന്നെ മോഷൻ്റെ ഗ്രാവിറ്റി, അപ്വേർഡ് മോഷൻ, ഡൗൺവേർഡ് മോഷൻ, ഗ്രാഫിക്കൽ ട്രീറ്റ്മെൻറ്റ്, എല്ലാ ഏരിയയിൽ നിന്നും ഓരോ ക്വസ്റ്റിൻ്റെ ഒരു ഐഡിയ ആണ്. ഇത് നമുക്ക് വെക്റ്റർ എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിരിക്കുന്നു. വെക്റ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം, അടുത്തിനി വരാൻ പോകുന്ന പ്രൊജക്ടൈൽ മോഷൻ്റെയും ലോസ് ഓഫ് മോഷൻ്റെയും വർക്ക് എനർജി പവറിൻ്റെയും ഗ്രാവിറ്റേഷൻ്റെയും റൊട്ടേഷൻ മോഷൻ്റെ ബേസിക് കാര്യങ്ങളല്ലേ. നമുക്ക് വെക്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ കൂടെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. The resultant of 2 forces has magnitude 4 Newton. One of them has magnitude 1 Newton and which makes an angle 60 degree with the resultant. What's the magnitude of the second force? Resultant എന്നൊക്കെ പറയുമ്പം ഐഡിയ ഇല്ലേ, പാരലോഗ്രാം ലോ അല്ലെങ്കിൽ ട്രയാങ്കിൾ ലോ. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പാരലോഗ്രാം ലോയാണ്. വെക്ടർ എ ഫസ്റ്റ് വൺ, വെക്ടർ ബി സെക്കൻഡ് വൺ ആൻഡ് വെക്ടർ ആർ തേർഡ് വൺ. പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഈ ഫിഗറൊക്കെ മനസ്സിലാണ് കേട്ടോ, അല്ലാതെ വരയ്ക്കുകയല്ല. വെക്ടർ എ, its magnitude is given 4. No, a resultant is 4. One of them has magnitude 1. It's 1. A resultant is taken as R. Magnitude is 4. B, it's not given. And here one angle is given. One of them has magnitude 1 Newton, which makes an angle 60 degree with the resultant. A resultant first വെക്കുന്ന angle 60 degree ആണ്. Take it as alpha and is beta. Total angle can be taken as theta. അതിൽ ആൽഫ തന്നിരിക്കുന്നു. ആൽഫ is actually 60 degree. Am I right? Theta is not given. Beta is also not given. Magnitude of B is not given. But magnitude of R is given. Modulus of A is given. What do you have to calculate? What's the magnitude of second force? പിള്ളേർക്ക് അറിയാവുന്ന പാരലോഗ്രാമിലോ ഇങ്ങനെ വരച്ച് ഇത്രയും തന്നിരിക്കുന്ന ഡേറ്റയൊക്കെ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ കുട്ടികൾ നോർമലി ഒരുപാട് ഐഡിയ ഒന്നും ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ കൃത്യമായിട്ടും ലോയും കാര്യങ്ങളും ബേസിക് കാര്യങ്ങളും സ്കൂൾ ലെവൽ തിയറിയൊക്കെ നന്നായിട്ട് അറിയാവുന്ന കുട്ടികളാണെങ്കിൽ NCERT നന്നായിട്ട് അറിയാമെങ്കിൽ ആറിൻ്റെ ഫോർമുല എഴുതുമ്പോൾ R is equal to root of
എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ എന്നാണ്. പാരലോഗ്രാം ലോയിൽ ഡയറക്റ്റ് ഫോർമുല. ആർ ഈസ് ഗിവൺ, എ ഈസ് ഗിവൺ, ബട്ട് ബി ആൻഡ് തീറ്റ ദേ ആർ നോട്ട് ഗിവൺ. രണ്ട് അൺനോൺ വേരിയബിളാണ്. അത് ആ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകതയാണ്. എ അറിയാം, ആർ അറിയാം, ശരിയല്ലേ? ആറും എയും അറിയാം, പക്ഷേ ബിയും തീറ്റയും തന്നിട്ടില്ല. അപ്പോൾ അത് വെച്ച് അതിന് കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ കുട്ടികൾക്ക് അറിയാവുന്ന അടുത്ത ഫോർമുല എന്ന് പറയുന്നത് ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു, ഫെമിലിയർ ഫോർമുലയാണ്, ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റയാണ്. ആൽഫ ഈസ് ഗിവൺ, ബട്ട് ബി ആൻഡ് തീറ്റ അവിടെയും രണ്ട് വേരിയബിൾ അൺനോൺ ആണ്. നോട്ട് ദ ഡിഫറൻസ് ഉണ്ടോ? അത് ക്വസ്റ്റിൻ്റെ പ്രത്യേകതയാണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഫോർമുല എഴുതുന്നു, കുട്ടികൾക്ക് ഫോർമുലയിലേക്ക് പ്രോബ്ലത്തെ കണക്ട് ചെയ്യാനുള്ളൊരു കഴിവില്ല എന്നൊരു പേടി തോന്നുന്നു, അല്ലേ? അതിനാണ് നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുള്ളൊരു പ്രാക്ടീസ് കൊണ്ടുവരിക. അപ്പോൾ ടാൻ ആൽഫ എടുക്കുന്നു, രണ്ട് വേരിയബിൾ ഇപ്പോഴും അൺനോൺ ആണ്, നമ്മളവിടെയും ബ്ലോക്ക് ആയിരിക്കുന്നു. തിരിച്ച് ടാൻ ബീറ്റ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം എ സൈൻ തീറ്റ ബൈ ബി പ്ലസ് എ കോസ് തീറ്റയാണ്. അതുകൊണ്ട് കാര്യമില്ല, അവിടെയും അൺനോൺ വേരിയബിൾ കൂടുതലാണ്. എനിവേ ഈ പ്രോബ്ലത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, വെക്റ്റർ ആർ ഈസ് ഈക്വൽ ടു വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി എന്നാണ്. വെക്റ്റർ ആർ ഈസിക്കൽ വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി, അത് ബേസിക് ഫോർമുലയാണ്. അതിൽ നിന്ന് വന്ന ഇക്വേഷനാണ് അത്. അതിനകത്ത് പാരലോഗ്രാം എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് പൈതഗോറസ് തിയറിയൊക്കെ അപ്ലൈ ചെയ്ത് റെഡ്യൂസ് ചെയ്ത റിസൾട്ടാണ് ആ പഠിച്ചു വെച്ചിരിക്കുന്നത്, അല്ലേ? ആ ഫോർമുല എല്ലാവർക്കും അറിയാം. ഇത് വന്ന വഴി ഇതാ ഇവിടെ നിന്നും അറിയാം. ബി ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ഉറപ്പാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ സെക്കൻഡ് ഫോഴ്സ് അറിയാം, ആറിൻ്റെ വാല്യൂ അറിയാം, എയുടെ വാല്യൂ അറിയാം, ബി ആണ് വേണ്ടത്. നമ്മൾ ആ രണ്ട് ഫോർമുല എഴുതുന്നതിന് പകരം തിരിച്ച് വെക്റ്റർ ബി ഇസ് ഈക്വൽ ടു വെക്റ്റർ ആർ മൈനസ് വെക്റ്റർ എ എന്നൊന്ന് എഴുതിയാൽ വെക്റ്റർ സബ്ട്രാക്ഷനാണ്. ആറിൽ നിന്ന് എ കുറച്ചാൽ ആർ വെക്റ്ററിൽ നിന്ന് എ വെക്റ്റർ സബ്ട്രാക്ട് ചെയ്താൽ ബി വെക്റ്റർ കിട്ടുമെന്നല്ലേ? അപ്പോൾ ബിയുടെ മാഗ്നിറ്റ്യൂഡ് എങ്ങാനും വേണ്ടി വന്നാൽ അതിന് പകരം വെക്റ്റർ ആർ മൈനസ് വെക്റ്റർ എയുടെ മാഗ്നിറ്റ്യൂഡാണ് വേണ്ടത്. ബിയുടെ മാഗ്നിറ്റ്യൂഡ് എങ്ങാനും വേണ്ടി വന്നാൽ അതിന് പകരം വെക്റ്റർ ആർ മൈനസ് വെക്റ്റർ എയുടെ മാഗ്നിറ്റ്യൂഡാണ് വേണ്ടത്. റൈറ്റ്? ആർ മൈനസ് എയുടെ മാഗ്നിറ്റ്യൂഡ് കാണാൻ നമ്മൾ എന്തൊക്കെ അറിയണം? ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് അറിയണം, എയുടെ മാഗ്നിറ്റ്യൂഡ് അറിയണം, പിന്നെ വേണ്ടത് എന്താണ്? ദ ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് എ ഇറ്റ്സ് ഗിവൺ ആസ് 60 ഡിഗ്രി ഉണ്ടോ? ആർ അറിയണം, ആറിൻ്റെ വാല്യൂ അറിയണം, എയുടെ വാല്യൂ അറിയണം, ആറും എയും തമ്മിലുള്ള ആംഗിളും അറിയണം. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും ആർ മൈനസ് എയുടെ മാഗ്നിറ്റ്യൂഡ് കാണാം. ആർ മൈനസ് എയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ആർ ഇൻറ്റു എ ഇൻറ്റു കോസ് 60 എന്നാണ് കിട്ടുക. ഇറ്റ്സ് വെരി സിമ്പിൾ. ആർ ഈസ് ഗിവൺ ആസ് 4, എ ഈസ് ഗിവൺ ആസ് 1 ആൻഡ് തീറ്റ ഈസ് ഗിവൺ ആസ് 60 ഡിഗ്രി. ഓൺ സിംപ്ലിഫൈങ് യു വിൽ ഗെറ്റ് ദി ആൻസർ. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് ആവശ്യമില്ല, ഡയറക്റ്റ് ഇവിടുന്ന് പോരും. ഇത് വെക്റ്റർ സബ്ട്രാക്ഷൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ അഡീഷൻ്റെ ഒരു ഫിഗർ വരച്ച് അഡീഷൻ്റെ രണ്ട് ഫോർമുല എഴുതിയിട്ടും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് അഡീഷൻ്റെ ഇക്വേഷൻ വന്നത് ഈ ബേസിക് റിസൾട്ടിൽ നിന്നാണെന്ന് അറിഞ്ഞാൽ അത് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. ആറിൽ നിന്ന് എ എന്ന വെക്റ്റർ സബ്ട്രാക്ട് ചെയ്യുന്നു, ഡയറക്റ്റ് ഇക്വേഷൻ അതാ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ആർ ഇൻറ്റു എ ഇൻറ്റു കോസ് 60. ഞാൻ പറഞ്ഞു വലിയ ക്വസ്റ്റ്യൻസ് അല്ല ചെയ്യുക, നിങ്ങൾക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് തിയറി ആയിട്ടൊന്ന് കണക്ട് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ എല്ലാ ഏരിയയിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് തിയറിയുടെ റിവിഷൻ കിട്ടുകയും ചെയ്യും. പാരലോഗ്രാം ലോ എഫക്റ്റ് അഡീഷൻ വന്നപ്പോൾ അവിടെ അഡീഷൻ്റെ രണ്ട് ഇക്വേഷൻ വന്നു, കണ്ടില്ലേ? അഡീഷൻ്റെ ബേസിക് ഫോർമുല വന്നു, സബ്ട്രാക്ഷൻ്റെ ഒരു ഐഡിയയിലേക്ക് വീണ്ടും മാറിയിരിക്കുന്നു. Now we can do one more problem from vector. ഇത് റിലേറ്റീവ് വെലോസിറ്റി ഇൻ 2 ഡയമെൻഷൻ്റെ ഒരു റെയിൻഫാളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. അത് വളരെ ട്രിക്കി മെത്തേഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നു. To a man moving horizontally with 4 meter per second, rain is found to be falling vertically down. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് റെയിൻഫാളിങ്ങിൻ്റെ ഒക്കെ ബേസിക് തിയറി മുഴുവൻ എടുക്കാനല്ല കേട്ടോ. അതിൻ്റെ തിയറി അറിയാവുന്നവർ, അത്യാവശ്യം കോച്ചിങ്ങിൻ്റെ പ്രാക്ടീസ് ഉള്ളവർ അതിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് വളരെ വിദഗ്ധമായിട്ട് ആൻസറിലേക്ക് എത്തിച്ചേരുന്ന ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. ഗ്രൗണ്ടിലൂടെ 4 മീറ്റർ പെർ സെക്കൻഡിൽ ഓടുന്ന ഒരാൾ നോക്കുമ്പോൾ റെയിൻ നേരെ വീഴുന്ന പോലെ ഫീൽ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ മീനിങ് റെയിൻ ഈസ് നോട്ട് ആക്ച്വലി ഫാളിങ് വെർട്ടിക്കലി ഡൗൺ, ഇനിഷ്യലി ഇറ്റ് മേക്സ് എൻ ആംഗിൾ സം തീറ്റ വിത്ത് വെർട്ടിക്കൽ. റൈറ്റ്? ഓടുന്നയാൾ നോക്കുമ്പോൾ റെയിൻ ഡ്രോപ്പ് ആംഗിളിൽ വെർട്ടിക്കലി ആണെന്ന് പറഞ്ഞാൽ മീനിങ് റെയിൻ ഈസ് ആക്ച്വലി ഫാളിങ് ലൈക്ക് ദിസ്. ആൻഡ് ഫോർ ദ റണ്ണിങ് മാൻ the rain is found to be falling like this. And velocity of man can be taken along this line.
ആ ഫസ്റ്റ് സെൻറ്റൻസിൽ നിന്ന് ഒരു ഫിഗർ ഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ദിസ് വെക്ടർ റെപ്രസെൻറ്റ്സ് വെലോസിറ്റി പെർ റൈൻ. VR means velocity per rain with respect to ground. It represents velocity of man. Velocity of man with respect to ground. And this represents VRM. What do you mean by VRM? Velocity per rain with respect to the running man, or that gives the relative velocity. ആള് റെസ്റ്റിലാണെങ്കിൽ റെയിൻ ഇങ്ങനെ വീഴുന്ന പോലെ ഫീൽ ചെയ്യും. ആൾ VM-ൽ അങ്ങോട്ട് പോയാൽ റെയിൻ ഇങ്ങനെ വീഴുന്ന പോലെ ഫീൽ ചെയ്യും. ദിസ് ആംഗിൾ ഈസ് നോട്ട് ഈക്വൽ ടു 30 ഡിഗ്രി. ദറ്റ് ഇസ് ടേക്കൺ ആസ് സം തീറ്റ. ഈ ആംഗിൾ 30 ആണെന്ന് പറഞ്ഞിട്ടില്ല. യു ആർ മിസ്റ്റേക്കൺ. അങ്ങനെ തോന്നാൻ പാടില്ല. അത് അടുത്ത സെൻറ്റൻസാണ്. ആദ്യ സെൻറ്റൻസിൽ അവർ ആംഗിളിൻ്റെ ഒരു കോൺസെപ്റ്റും ഒരു ഐഡിയയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും VR, VM, VRM ഇത് അബ്സല്യൂട്ട് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഇത് അബ്സല്യൂട്ട് വെലോസിറ്റി ഓഫ് മാൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു ദ റണ്ണിങ് മാൻ. ആൾ ഗ്രൗണ്ടിൽ വെറുതെ നിൽക്കുവാണെങ്കിൽ ഇത് ഫീൽ ചെയ്യും. ആൾ മൂവ്മെൻറ്റിലാണെങ്കിൽ ഇത് ഫീൽ ചെയ്യും. ഇത് ആളിൻ്റെ ആക്ച്വൽ വെലോസിറ്റിയാണ്. ആൻഡ് വാട്ട് അബൌട്ട് ദ ചേഞ്ച് വെൻ വെലോസിറ്റി ബിക്കംസ് 8? 4 ആയിരുന്നു 8 ആകുമ്പോൾ, VM ആയിരുന്നു 2VM ആകുമ്പോൾ, വെലോസിറ്റി ഡബിൾ ആകുമ്പോൾ വാട്ട് ഹാപ്പൻസ്? The rain appears to fall at a 30 degree with the vertical. Rain is again falling vertically, like this. And when velocity becomes double, that means when velocity becomes double, the rain is found to be falling at an angle 30 degree with the vertical. This is the second situation. So turning points. VR, again the same VR. No change in VR. Why? VR represents absolute velocity. And this length represents some VM, no doubts. And this is also another VM. Why? Now the total velocity of man is 2 VM or 2 times as that of the initial value. ഇവിടുന്ന് ഇവിടം വരെ 2 VM ആണെന്ന് ഉറപ്പല്ലേ? ഇത് VM ആണെന്ന് പറഞ്ഞായിരുന്നു. This angle is theta. Now this represents VRM. In the second case, initial VRM അല്ല, ഇത് ഇനിഷ്യൽ VRM ആണ്, ഇത് ഫൈനൽ VRM ആണ്. ഇത് ആളിൻ്റെ വെലോസിറ്റി VM ഉള്ളപ്പോൾ VRM ആണെങ്കിൽ ഇത് ആളിൻ്റെ വെലോസിറ്റി 2 VM ആകുമ്പോൾ, വെലോസിറ്റി ഡബിൾ ആകുമ്പോൾ ഉള്ള VRM അല്ലേ, ന്യൂ VRM. ആൻഡ് ദിസ് ആംഗിൾ ഈസ് ഗിവൺ ആസ് 30 degree. Am I right? When velocity doubles and along the same direction, then the rain appears to fall 30 degree with a vertical. Now the calculation is very simple. Base length VM they are equal. Oh, if this angle is 30 degree, this angle is also 30 degree. Base length equal ആയതുകൊണ്ട് height common ആയതുകൊണ്ട് ഈ ഫിഗറിലെ തീറ്റ എന്ന് പറയുന്നത് 30 degree ആയിരിക്കും. സോ ആ ഫിഗറിലെ തീറ്റയും 30 degree ആയിരിക്കും. So we can simplify. VM is given as 4 meter per second. Theta is again 30 degree. ഫസ്റ്റ് ഫിഗറിൽ നമുക്ക് ആ ആംഗിൾ തന്നിട്ടില്ല. സെക്കൻഡ് ഫിഗറിൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ആ ആംഗിളും ഫസ്റ്റ് ഫിഗറിലെ ഈ ആംഗിളും ഈക്വലാണ്. കാരണം ബേസ് ലെങ്ത് നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്നാണ്. ബേസ് ലെങ്ത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. സോ വി ക്യാൻ സിംപ്ലിഫൈ. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 4/VR എന്ന് കിട്ടും. സൈൻ 30 sin theta is equal to VM divided by VR, or 1/2 is equal to 4/VR, or VR is equal to 8 meter per second is the right answer. Motion along a straight line എന്ന ടോപ്പിക്കിൽ നിന്ന് നമ്മൾ സെലക്റ്റഡ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ്, വലിയ ക്വസ്റ്റ്യൻസ് അല്ല, മുൻ വർഷങ്ങളിൽ വന്ന അതേ ക്വസ്റ്റ്യനും അല്ല, എന്നാൽ വരും വർഷം വരാൻ ചാൻസ് ഉള്ള ഏരിയ സെലക്ട് ചെയ്തിട്ട് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ചില ക്വസ്റ്റ്യൻസ്. അത് അതേപടി എന്നല്ല, അതിൽ ചെറിയ മോഡിഫിക്കേഷൻ വരും. ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് തിയറിയും ക്വസ്റ്റ്യൻ നമ്മൾ കണക്ട് ചെയ്യേണ്ടതെന്നാണ് മെയിനായിട്ട് പഠിപ്പിച്ചത്. പിന്നെ അടുത്തിന് വരാൻ പോകുന്ന ടോപ്പിക്കിൽ പ്രൊജക്ടൈൽ മോഷൻ, സർക്കുലർ മോഷൻ, ലോസ് ഓഫ് മോഷൻ, വൃക്കണജി പവർ, ഗ്രാവിറ്റേഷൻ, റൊട്ടേഷൻ മോഷൻ, അതിനാവശ്യമായ വെക്റ്റർ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഐഡിയ എന്തൊക്കെയാണ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, റിലേറ്റീവ് വെലോസിറ്റി, അത്ര ഐഡിയയുടെ ബേസിക് പാരാമീറ്റർ വെച്ച് വളരെ കോംപ്ലിക്കേറ്റഡ് എന്ന് തോന്നുന്നു. 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ തിയറി പ്രോബ്ലം കണക്ട് ചെയ്ത് പഠിക്കാനുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാകണം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട്, അടുത്ത ടോപ്പിക്കിൽ വീഡിയോ ആയിട്ട് പിന്നീട് കാണാവുന്നതാണ്. ഇത് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.